ഒരു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും അഴിക്കണം. ഇതാരും വീട്ടിലൊന്നും ട്രൈ ചെയ്യരുത്. ഹായ് ഹലോ. അപ്പം ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാനൊരു വീഡിയോ ആയിട്ടങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എന്നും രാവിലെ അഴിച്ചു വിടുന്ന പോലെ ഇവന്മാരെല്ലാം കൂടെ ഞാൻ കഴിച്ച് നടക്കാൻ വിട്ടേക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അതിൽ തങ്കു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഏകദേശം 6 മാസം പ്രായം കാണും. പുള്ളിക്കാരി ഓടി വന്ന് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് എടുത്തൊരു ഒറ്റച്ചാട്ടം. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. പതിവില്ലാത്ത ഓട്ടവും ചാട്ടവും കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തേലും പണി ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. പുള്ളിക്കാരി ഓടി വന്ന് സ്റ്റെപ്പിൽ എടുത്ത് ചാടിയത് എന്തോ ഒരു ശുഷ്കാന്തിയിൽ. ആ ചാട്ടത്തില് ക്രിക്കറ്റ് ഒച്ചയും കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ കൈ പൊക്കി ഏങ്ങിക്കൊണ്ട് നിൽക്കുന്നു. സാരമില്ല കേട്ടോ, നമുക്ക് ശരിയാക്കാം. നിന്റെ കയ്യിൽ ചെറിയൊരു പൊട്ടലുണ്ട്. ഞാനല്ലാതെ പിന്നെ ആര് പാൽപ്പറ്റ് ചെയ്തപ്പോ തന്നെ മനസ്സിലായി റേഡിയസിന്റെ ഡിസ്റ്റലിലായിട്ട് നല്ല പൊട്ടലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചെറിയൊരു സെഡേഷൻ ഡോസ് കൊടുക്കണം. അല്ലാതെ നമുക്ക് ഇവരെ പിടിച്ച് കിടത്തി പ്ലാസ്റ്റർ ഇടാനൊന്നും നടക്കത്തില്ല. അപ്പൊ അത് കൊടുത്തിട്ട് POPയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇവന്റെ സൈസ് വെച്ചിട്ട് വളരെ ചെറിയ സൈസ് മതി. ആ സൈസുള്ളത് കിട്ടാനില്ല. അപ്പൊ നമ്മളതിലുള്ളത് 10 സെന്റിമീറ്ററിന് നമ്മൾ പകുതിയാക്കി 5 സെന്റിമീറ്റർ ആയിട്ട് മുറിച്ച് ഫസ്റ്റ് ഗോസ് റോള് ചുറ്റി ഉള്ള ആ ഒരു ഒടിവുള്ള ഭാഗം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിന് കുറച്ചുകൂടെ ബലപ്പെടുത്താനായിട്ട് അതിന് ചുറ്റും നമ്മൾ കോട്ടൺ റോള് വീണ്ടും റാപ്പ് ചെയ്യാണ്. അത് ചുറ്റും ഒരു ആ ലെങ്ത് വൈസ് മുഴുവൻ ചുറ്റിയതിന് ശേഷം അതിന് പുറമെയാണ് നമ്മൾ POP ഇടുന്നത്. POP എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ ആദ്യം നനച്ച് കഴിഞ്ഞ് ഈ ഒരു ഇത് ഒന്ന് നന്നായിട്ട് വെറ്റായതിനു ശേഷം അത് നന്നായിട്ട് നല്ല പ്രഷറിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചുറ്റി നമ്മൾ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പിടിക്കണം ഒരാൾ. എന്നാലേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പുള്ളാണ്ട് ഇടയ്ക്കിടയ്ക്ക് തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന സമയത്തൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ലൈറ്റ് ആയിട്ട് നമുക്കൊന്ന് കിടന്ന് കിട്ടാനുള്ള രീതിയിലുള്ള ഒരു മയക്കം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവിടെ കിടപ്പ് കാണുമ്പോൾ തന്നെ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇതിപ്പോ ചെയ്യല്ലേ നിവർത്തിയുള്ളൂ. അപ്പം അങ്ങനെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് POP സെറ്റ്. നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഇപ്പം ഇങ്ങനെ ഒരു ഫ്രാക്ചർ വരുമ്പം ഇത്ര യങ് ഏജിൽ പ്ലാസ്റ്റർ ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയ കമ്പി ഇടുക അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യുക അങ്ങനത്തെ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നോർമലി ഒരു ഗ്രോ ചെയ്യുന്ന ആ ഒരു ഏജ് ആയതുകൊണ്ട് പെട്ടെന്ന് ബോൺ ഫോർമേഷൻ നടക്കും. അപ്പം നമുക്ക് പ്ലാസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടും സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും പിന്നെ ഇത് അത്യാവശ്യം ആയതുകൊണ്ടുമാണ് ഞാനിപ്പോൾ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാരും വീട്ടിൽ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ ചെറിയൊരു സെഡേഷനൊക്കെ കൊടുത്തിട്ടാണ് പുള്ളിയെ ഇങ്ങനെ നിൽക്കുന്നത്. പുള്ളി എണീറ്റ് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നോക്കാം. ബാക്കി റിക്കവറി ആവുന്ന വീഡിയോസൊക്കെ ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യാം. അപ്പം ശരി.